രമേശ് ചെന്നിത്തല പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് തൂഫാൻ വാരിയർ ബാഡ്ജ് അണിയിക്കും. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് രമേശ് ചെന്നിത്തല പാണക്കാട് എത്തുന്നത്. VS രഞ്ജിത്ത് ചേരുകയാണ്. രഞ്ജിത്തെ, ആരൊക്കെയുണ്ട് ഈ ഒരു കൂടിക്കാഴ്ചയിൽ? രഞ്ജിത്തെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രമേശ് ചെന്നിത്തല പാണക്കാട് തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ഒരു മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിൽ വലിയ രാഷ്ട്രീയ പോരാട്ടമൊക്കെ നടക്കുന്ന സമയത്ത് ലീഗിൻ്റെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണ അത് VD സതീശന് അനുകൂലമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതാദ്യമായി മുഖ്യമന്ത്രി ചർച്ചകൾക്ക് ശേഷം ആദ്യമായി രമേശ് ചെന്നിത്തല പാണക്കാട് തറവാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഊഷ്മളമായ സ്വീകരണമാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, ആരൊക്കെയുണ്ട് ഇന്നവിടെ കൂടിക്കാഴ്ചയിൽ? ഷിഹാത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് പാണക്കാട് നടക്കുന്നത്. മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന ചർച്ചയിൽ VD സതീശിനൊപ്പം ലീഗ് നിന്നതിന് പിന്നാലെ ലീഗ് കേന്ദ്രങ്ങളിലേക്ക് പാണക്കാട്ടേക്ക് രമേശ് ചെന്നിത്തല എത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പാണക്കാട്ട് എത്തുന്നു. അദ്ദേഹം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് തൂഫാൻ ബാഡ്ജ് അണിയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ലീഗ് കേന്ദ്രങ്ങളും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തൂഫാനാകുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പാണക്കാട് കുടുംബവുമായിട്ട് മാത്രമല്ല ലീഗുമായി കുറച്ചൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുകൾ പരിഗണിക്കപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നതിൽ ഒരു വൈമനസ്യം ലീഗിനുണ്ടായിരുന്നു. അതിനുശേഷമാണിപ്പോൾ രമേശ് ചെന്നിത്തല എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മഞ്ഞുരുക്കത്തിന്റെ സാഹചര്യമുണ്ട്. മാത്രവുമല്ല, മുഖ്യമന്ത്രി ചില കാര്യങ്ങളിലൊക്കെ ഏകപക്ഷീയമായി നിലപാടെടുക്കുന്നു എന്നൊരു അഭിപ്രായം ലീഗിനകത്തുണ്ട്. VD സതീശിനെതിരെ ഉരുണ്ടുകൂടുന്ന ഇത്തരം ഏകാധിപത്യപരമായ നിലപാടുകളുടെ പേരിലൊക്കെയുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകകൂടി ചെയ്യുമ്പോഴാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പാണക്കാട്ടേക്ക് എത്തുന്നത്. ഏതായാലും അത്തരം രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുമോ എന്നറിയില്ല. അത് തന്നെയാണ് രഞ്ജിത്ത്. ഇപ്പോൾ രഞ്ജിത്തും പാണക്കാട് തറവാട്ടിലേക്ക് ഇപ്പോൾ ഉടൻ തന്നെ എത്തും. രമേശ് ചെന്നിത്തല പാണക്കാട് എത്തി. അദ്ദേഹത്തിന് ലഭിച്ച ഒരു വലിയ സ്വീകരണം നമുക്ക് കാണാം. പാണക്കാട് സാദിഖ് അലി തങ്ങൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് സ്വീകരിക്കുകയാണ്. ലീഗിന്റെ പ്രധാനപ്പെട്ട പ്രാദേശിക നേതാക്കളുണ്ട്, MLA മാരുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. എന്താണെങ്കിലും ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ VD സതീശന് അനുകൂലമായ നിലപാട് ലീഗ് സ്വീകരിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് പാണക്കാട് തറവാട്ടിലേക്ക് ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തുന്നത്.